ശരിക്കും പറഞ്ഞാൽ ചില ചാനലുകൾ കണ്ട ചിരിച്ച് മണ്ണ് കപ്പും. ഇന്നലെ ഈ നമ്മുടെ മരമുറി ചാനൽ, റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ കുമാർ അദ്ദേഹം ഇരുന്നൊരു ഡയലോഗ് അടിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ബാക്കി രണ്ട് സ്ത്രീകളാണ്, അവർ ഈ സെഫോളജി ഒന്നും പഠിച്ചിട്ടുള്ളവരല്ല. മാധു സ്മൃതി പരുത്തിക്കാടും സെഫോളജി പഠിച്ചിട്ടില്ല. പിന്നെ മരമുറി ചാനൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. ചാനലിൻ്റെ അഗസ്റ്റിൻ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അയാൾ മരവും മുറിച്ചുകൊണ്ടൊക്കെ നടന്ന ആളാണല്ലോ. അപ്പോൾ ഇവർ ഇരിക്കുമ്പം ഞാൻ കുറച്ച് സെഫോളജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഡോക്ടർ അരുണല്ലേ, പൊളിറ്റിക്സിൽ PhD ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്സിൽ PhD ഒരാളിന് സെഫോളജി പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ച സെഫോളജി വെച്ച് പറയട്ടെ. ഇനി അരുണിൻ്റെ വാക്കുകളാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിൻ്റെ കണക്ക് വെച്ച് സീറ്റ് കൂട്ടാൻ പറ്റില്ല. വോട്ടിംഗ് ഷെയർ, പ്രത്യേകിച്ച് മലപ്പുറത്തെ വോട്ടിംഗ് ഷെയർ കൂടും. മലപ്പുറത്തെ വോട്ടിംഗ് ഷെയർ കൂടിയത് കൊണ്ട് മലബാറിൽ മൊത്തം UDF വോട്ടിംഗ് ഷെയർ കൂടി എന്ന് പറഞ്ഞ് LDFൻ്റെ സീറ്റ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. കറക്റ്റ്, പറ്റത്തില്ല. തെക്ക് ഭാഗത്താണെങ്കിൽ, തെക്കൻ കേരളത്തിലാണെങ്കിൽ LDFന് സീറ്റ് കൂടുതൽ, വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് UDFന് സീറ്റ് കുറഞ്ഞു എന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ മേഖലാടിസ്ഥാനത്തിൽ എടുക്കുന്ന കണക്കുകൾ സെഫോളജി പ്രകാരം തെറ്റാണ്. ഉടൻ തന്നെ സ്മൃതി പരുത്തിക്കാട് ആരും കാണാതെയാണ് ഇരുന്ന് കൈയടിക്കുന്നു. മാധു കൈയടിക്കുന്നു. മാധു ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറയുന്നു. ഉടനെ സ്മൃതി പറഞ്ഞു ഞാൻ കാഫി വാങ്ങിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കര ആവേശമായിരുന്നു. എടാ ഉണ്ണാക്ക, ആ വാക്കാണ് ചോദിക്കുന്നത്. ഇയാൾ ഏത് ഉണ്ണാക്കൻ യൂണിവേഴ്സിറ്റി എന്നാണ് സെഫോളജി പഠിച്ചത്? മനുഷ്യ, മണ്ഡലാടിസ്ഥാനത്തിലാണ് വോട്ട് ഷെയറിൻ്റെയും സീറ്റിൻ്റെയും കണക്കെടുക്കുന്നത്. ഈ 10 സർവേക്കാർ അവർ പറഞ്ഞ ചിലപ്പോൾ തെറ്റിപ്പോവും. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ. ഇവിടെ മഴ പെയ്യണ കാര്യം പറഞ്ഞാൽ തെറ്റിപ്പോണം. പിന്നെയാണ് ഇത് വളരെയധികം ലോകത്തിലെ ഏറ്റവും വലിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ പിന്നെ അറ്റ്മോസ്ഫിയറിക് സയൻസും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ട് സയൻറ്റിസ്റ്റുമാർ പറയുന്ന മഴ പെയ്യുമെന്ന് പറയുന്ന കാര്യം തെറ്റിപ്പോറുണ്ട് പലപ്പോഴും. പിന്നെയാണ് ഈ ഒരു സെഫോളജിയിലകത്ത് വരുന്ന പ്രവചനശാസ്ത്രം. ഉണ്ണാക്ക യൂണിവേഴ്സിറ്റി എന്നാണ് താങ്കൾ ഈ സെഫോളജി പഠിച്ചത്. മലപ്പുറം ജില്ലയിലെ ജില്ലാടിസ്ഥാനത്തിൽ ആദ്യം എങ്ങനെയാണ് ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്? സെഫോളജി പ്രകാരം സംസ്ഥാനാടിസ്ഥാനത്തിൽ വോട്ടിംഗ് പാറ്റേൺ എടുക്കുന്നു. ആ വോട്ടിംഗ് ഷെയർ എടുത്തതിന് ശേഷം മറ്റേ അവിൽ പങ്കുവച്ച് കൊടുക്കും പോലെ കുറച്ച് BJP, കുറച്ച് UDF, കുറച്ച്, അങ്ങനെയാണോ? മിസ്റ്റർ അരുൺ, നിങ്ങൾ പണ്ടൊരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നു, ബ്രാഹ്മണിക്കൽ ഹെജിമണി. സ്കൂൾ യുവജനോത്സവത്തിൽ ബീഫ് കൊടുത്താൽ എന്താ ബീഫ് ഒലത്തിയാൽ എന്താ എന്നൊക്കെ ചോദിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താങ്കളുടെ ആ തലയിൽ തലമുടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഈ ഭൂമി വച്ചേക്കത്തില്ലായിരുന്നു. തലമുടി കുറവാണ്, അതുകൊണ്ടാണ് ഈ ബുദ്ധി ഇങ്ങനെ കംപ്ലീറ്റ് ബുദ്ധിയാണ്. ഈ തലമുടി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധി കുറച്ച് പോകും. ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് വേപ്പറൈസ് ചെയ്തു, അല്ലെങ്കിൽ ബുദ്ധി കംപ്ലീറ്റ് തലയെ കണ്ടേനെ. വീണ്ടും ഞാൻ പറയുന്നു, ഉണ്ണാക്കൻ എന്ന് ഞാൻ താങ്കളെ വിളിച്ചതല്ല. ഉണ്ണാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതുകൊണ്ടുള്ള ഉണ്ണാക്കൻ, അങ്ങനെയാണ്. അല്ലാതെ അരുൺകുമാർ ഉണ്ണാക്കൻ എന്നല്ല, നിലമെടുക്കനാണ്. ആ ഉണ്ണാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ള സെഫോളജി പഠിച്ചതുകൊണ്ടുള്ള കുഴപ്പം, മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് ഷെയർ കണക്കാക്കും, മണ്ഡലാടിസ്ഥാനത്തിൽ സീറ്റിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കും. ആർക്കെന്ന്? ജില്ലാടിസ്ഥാനത്തിൽ വോട്ട് ഷെയർ കണക്കാക്കും, ജില്ലാടിസ്ഥാനത്തിൽ പ്രോബബിലിറ്റി കണക്കാക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ വോട്ട് ഷെയർ കണക്കാക്കും, സംസ്ഥാനാടിസ്ഥാനത്തിൽ സീറ്റിൻ്റെ എണ്ണം കണക്കാക്കും. അല്ലാതെ സംസ്ഥാനാടിസ്ഥാനത്തിലോ മേഖലാടിസ്ഥാനത്തിലോ മൊത്തം വോട്ട് ഷെയർ എടുത്തിട്ട് പങ്കുവച്ച് കൊടുക്കുകയല്ല സെഫോളജി പ്രകാരം ചെയ്യുന്നതെന്നാണ് ഞാൻ പഠിച്ച സെഫോളജിയിൽ കിടക്കുന്നത്. ഇതിൻ്റെ സർവേ നടത്തുന്നവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് സർവേക്കാർ വിവരം അയച്ചു തന്നിട്ടുണ്ട്. കുഞ്ഞു സർവേക്കാരും ടീമുകളും അവരുമായിട്ടൊക്കെ നിരന്തരം സംസാരിക്കുമ്പോൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ അനലിറ്റിക്കൽ പാർട്ട് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനമാണ്. ക്രോസ് പ്രൊഫൈൽ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമാണ്. അപ്പോഴും മണ്ഡലാടിസ്ഥാനത്തിൽ കൺസോൾഡേറ്റ് ചെയ്താണ് ജില്ലയിലെത്തുന്നത്. ജില്ലകൾ കൺസോൾഡേറ്റ് ചെയ്താണ് സംസ്ഥാനത്തിലെത്തുന്നത്. അതുപോലെ തന്നെ മണ്ഡലത്തിൽ തന്നെ വോട്ട് ഷെയർ നോക്കും. കഴിഞ്ഞ കാലങ്ങളിലെ വോട്ട് ഷെയർ നോക്കും, ഇപ്രാവശ്യത്തെ വോട്ട് ഷെയർ നോക്കും. അതുപോലെ തന്നെ ആൻറ്റി ഇൻകംബൻസ് ഫാക്ടേഴ്സ് കൊടുത്തുകൊണ്ടും ഗവൺമെൻറ്റിന് അനുകൂലമായും പ്രതികൂലമായും, വെറും പ്രതികൂലമായ ഒരു ചെക്ക് ലിസ്റ്റ് അല്ല കൊടുക്കുന്നത്, അനുകൂലവും പ്രതികൂലവുമായ ചെക്ക് ലിസ്റ്റും സർവേ ഫോമും ഒക്കെ കൊടുത്ത് അതിൽ നിന്നാണ് അവർ വിവരം എടുക്കുന്നത്. അതുകൊണ്ട് അവരെ കൊച്ചാക്കി കാണിക്കരുത്. അപ്പോൾ അടുത്ത ഉണ്ണാക്കൻ ഈ ഉണ്ണാക്ക യൂണിവേഴ്സിറ്റി പോയി
ഇതിൽ ഉണ്ണാക്കൻ ഡിഗ്രി എടുത്തതിൻ്റെ കൂടെ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നുകൊണ്ട് ആൻ്റണി എന്ന് പറയുന്ന അഗസ്റ്റിനാന്ന് തോന്നുന്നു, അദ്ദേഹം മരമുറി ഇരുന്ന് അടുത്ത അടി അടിച്ചു. അപ്പം വീണ്ടും വനിതകൾ കൈയടിക്കുകയാണ്. എന്താണെന്നറിയാമോ അടുത്ത അടി? ബംഗാളിൽ അതുപോലെ സംഭവിച്ചാൽ ആസാമിൽ അതുപോലെ, അതായത് ആസാമിൽ കോൺഗ്രസ് വന്ന്, ബംഗാളിൽ BJP വന്ന്, തമിഴ്നാട്ടിൽ TVK വിജയുടെ പാർട്ടി വന്നാൽ കേരളത്തിൽ UDF സമ്മതിക്കാം. നിങ്ങൾ സമ്മതിക്കേണ്ടെന്നേ. കേരളത്തിലെ 10ഓളം സർവേ തെറ്റാം, ഞാൻ വീണ്ടും പറയുന്ന ആ സർവേയുടെ ഓണപ്പൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ 10 സർവേകൾ ഇപ്പോൾ പറയുന്നത് UDF വരും എന്നാണ്. അതിനെ അനലൈസ് ചെയ്യാനും അതിനെ ഓണപ്പെയ്യുന്ന നിലയിൽ ചിന്തിക്കാനും ഇരിക്കാതെ, കൃത്യമായി അത് അനലൈസ് ചെയ്യാതെ ഈ സെഫോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ, താങ്കൾക്ക് ചാനൽ പരിപാടി മതിയാക്കിയാലും വലിയ സ്കോപ്പുണ്ട്. താങ്കൾക്ക് ഒരു മറ്റേ കൈനോട്ടക്കാരിയിരിക്കും പോലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് സെഫോളജിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ ഈ ഉണ്ണാക്ക യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം ആരെയും കാണിക്കരുത്. അബദ്ധമാണ് അരുൺകുമാറെ പറയുന്നത്. ഞാൻ വീണ്ടും അരുണിനോട് പറയുന്നു, സെഫോളജി താങ്കൾ ശകലം പഠിച്ചതിൻ്റെ ഒരു കുഴപ്പം ഇതാണ്. അകത്തേക്ക് പഠിക്കണമായിരുന്നു. അകത്തേക്ക് പഠിച്ചെങ്കിൽ ഓരോ മണ്ഡലത്തെ സംബന്ധിച്ച് വിശകലനം നടത്തി അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തി, ജില്ലകളിലേക്ക് പോയി ജില്ലകളിൽ നിന്നൊരു കൺക്ലൂഷനിലെത്തി അവിടുത്തെ വോട്ട് ഷെയറും പാറ്റേണും ഒക്കെ നോക്കി അത് ആർക്കാർക്കും വരുമെന്നൊക്കെ മാറ്റി അവിടെ നിന്നാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ പോകുന്നത്. അല്ലാതെ മലപ്പുറത്തെ കാക്കമാരും ചേട്ടന്മാരും പിന്നെ വോട്ട് ചെയ്യുന്ന കണക്കെടുത്തിട്ട് അതിൻ്റെ കൊട്ടക്കണക്കിനകത്തോട്ടല്ല കണ്ണൂർ കയറ്റി തീരുമാനിക്കുന്നത്. കണ്ണൂരിൻ്റെ കണക്കെടുത്തിട്ടല്ല കോഴിക്കോട് തീരുമാനിക്കുന്നത്. ആ കണക്കെടുത്തിട്ടല്ല തിരുവനന്തപുരത്തെ തീരുമാനിക്കുന്നത് എന്നുള്ള മിനിമം നോളജ്, മിനിമം കോമൺ സെൻസ് താങ്കളുണ്ടായിരിക്കണം. കോമൺ സെൻസ് ഈസ് നോട്ട് ആൾവേസ് കോമൺ. പിന്നെ ചാനലിൻ്റെ രാഷ്ട്രീയവും, ചാനൽ എന്തെങ്കിലും അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി ചെയ്തോളൂ. അടിമപ്പണി ചെയ്യുന്നവരോടും ക്യാപ്സൂൾ കഴിക്കുന്നവരോടും സോറി, നമുക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അക്കാഡമീഷ്യനാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മാരീജൻ്റെ വേഷം കെട്ടിക്കൊണ്ട് താങ്കൾ ഉണ്ണാക്ക യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കണക്കുകളുമായിട്ട് എല്ലാ കാലവും താങ്കൾ വരും. ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ താങ്കൾ രാത്രിയാണെന്ന് സമർത്ഥിക്കും. അത് അങ്ങനെ അരുണേട്ടൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ രാത്രി എന്ന് പറയുന്ന ഒരു സമൂഹവും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഉണ്ണാക്ക യൂണിവേഴ്സിറ്റിയിലെ അരുണേട്ടൻ്റെ ആ സെഫോളജി പഠനം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുക.